नमस्ते बच्चों, सभी का स्वागत है हिंदी ई गुरु में. അപ്പോൾ ഇന്ന് നമ്മൾ പാരിഭാഷിക് ശബ്ദാവലിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി വേർഡ്സ് അല്ലേ, സഹി മിലാൻ കരി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 8 മാർക്കൊക്കെ നിങ്ങൾക്ക് ഈസിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. 2018 ചോദിച്ച ക്വസ്റ്റ്യനാണിത്. ഇത് 2019 ചോദിച്ചതാണ്, 8 മാർക്കിന് ചോദിച്ചതാണ്. ഇത് 2020 ചോദിച്ചതാണ്. ഇങ്ങനെയാണ് നമ്മുടെ പാരിഭാഷിക് ശബ്ദാവലിയിൽ നിന്ന് സഹി മിലാൻ കരി എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാറ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു 31 വേർഡ്സ് തരുകയാണ്. ഈ 31 വേർഡ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ 94 പേജ് നമ്പർ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 94 പേജ് നമ്പറിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മലയാളം മീനിങ് അടക്കമാണ് ഞാനിന്ന് ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഇത് പഠിച്ചു പോവുക. 8 മാർക്ക് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സുഖമായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ആഡ് അക്കൗണ്ട് അല്ലേ, അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഖാത്ത, ആഡ് ജോഡേം അല്ലേ, ആഡ് അക്കൗണ്ട് ഖാത്ത ജോഡ് അക്കൗണ്ട്. ക്യാൻസൽ എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ആക്കുക, റദ്ദ് കറിയും. കാറ്റഗറീസ് ശ്രേണികൾ അല്ലേ, ശ്രേണിയാം എന്ന് തന്നെയാണ് ഹിന്ദിയിലും പറയുന്നത്. ചാറ്റ്സ് അല്ലേ, ചാറ്റ് ചെയ്യുന്ന അല്ലേ, ബാത്ചീത്ത് അല്ലേ, ബാത്ചീത്ത് കണ്ണാന്നൊക്കെ കേട്ടിട്ടില്ലേ. സർക്കിൾസ് മണ്ഡലിയ, വൃത്തങ്ങൾ എന്നല്ലേ പറയുന്നതാണ്. എഡിറ്റിംഗ്, എഡിറ്റ് ചെയ്യുന്നതിനെന്താ ഈക്ഷൻ എന്നാണ് പറയുക. ഫയലിനോ സഞ്ചിക, ഹിന്ദിയിൽ ഫയലിന് സഞ്ചിക. ഫോമാറ്റ് പ്രാരൂപ് അല്ലേ, ഫോർമാറ്റ് നിങ്ങൾ ഡയറിയും അതേപോലെ തന്നെ ലെറ്ററൊക്കെ എഴുതുന്ന സമയത്ത് അതിൻ്റെ പ്രാരൂപ്, അതിൻ്റെ സ്ട്രക്ചർ പഠിക്കുക എന്ന് പറയില്ലേ നമ്മൾ, അതിനാണ് പ്രാരൂപ്, ഫോമാറ്റ് പഠിക്കുക അല്ലേ. ഫോമാറ്റ്, പ്രാരൂപ്. ഇമ്പോർട്ടൻറ്റ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വപൂർണ്ണ ഹിന്ദിയിൽ. ഇൻപുട്ട് അന്തർഗത്, ഇൻ്റർനെറ്റ് അന്തർജാൽ അല്ലേ, നെറ്റ് ഒരു എന്താണ് ജാൽ, അന്തർജാൽ. അപ്പോൾ ആ ജാലിനുള്ളിൽ അല്ലേ, ഇൻ്റർനെറ്റ്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് വയ്ക്കുക. എക്സാമിന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഇങ്ങനെ നമ്മൾ ഒരു കട്ട് ചെയ്യുക, അതായത് ഇൻ്റർനെറ്റ്, അന്തർജാൽ, അങ്ങനെ കട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടാ. എക്സാമിനൊക്കെ സ്കോർ ചെയ്യാൻ അങ്ങനെയൊക്കെ ചെയ്യുക. 31 വേർഡ്സ് ഇല്ലേ, അപ്പോൾ കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കാൻ നിങ്ങൾ വിഭജിക്കുക, അങ്ങോട്ട് പഠിച്ചു വയ്ക്കുക, ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നോക്കിക്കേ, നോ മോർ, അത് നോക്കിക്കേ, നോ ജാനി, മോർ അധിക്. അപ്പോൾ അധിക് ജാനി, നോ അറിയുക, മോർ കൂടുതലായിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നെക്സ്റ്റ് അഗല സ്റ്റെപ്പ്, ചരൺ അടുത്ത ഘട്ടത്തിലേക്ക് പോലും, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ്, അഗല ചരൺ. നോ സബ്ജക്റ്റ്, നോ ഹീൻ, സബ്ജക്റ്റ് വിഷയം. അപ്പോൾ നോക്കിക്കേ, നോ സബ്ജക്റ്റ് വിഷയഹീൻ, വിഷയമില്ലാത്തതല്ലേ, നോ സബ്ജക്റ്റ്. ഔട്ട്പുട്ട്, ഔട്ട്പുട്ടിന് ബഹിർപദ്, നേരത്തെ ഇൻപുട്ടിന് അന്തർപദ് എന്ന് നമ്മൾ പഠിച്ചു. ഔട്ട്പുട്ടിനോ ബഹിർപദ്. അപ്പോൾ അന്തർപദും ബഹിർപദും. ബാഹ്യം എന്ന് കേട്ടിട്ടില്ലേ, ബാഹ്യം, അപ്പോൾ ബഹി എന്നൊക്കെ പഠിച്ചു വയ്ക്കുക നിങ്ങൾ. പുറത്ത്, ഔട്ട്പുട്ട് എന്നൊക്കെ പഠിച്ചു വയ്ക്കുക. അടുത്തതാണ് നോക്കിക്കേ, പ്രൈവസി, പ്രൈവസി അല്ലേ, ഒരു സ്വകാര്യത, ഗോപനീയത എന്നാണ് ഹിന്ദിയിൽ. പ്രൊസസ്, പ്രൊസസ് എന്ന് പറഞ്ഞാൽ പ്രക്രിയ എന്നൊക്കെ പറയും. അതിൻ്റെ പ്രൊസസ് നടക്കുക എന്ന് നമ്മൾ അതിനെ പറയും. പ്രക്രിയ. പ്രോഗ്രാം, പ്രോഗ്രാമിന് എന്താ പ്രക്രം അല്ലേ, പ്രോഗ്രാം. പബ്ലിക്, പബ്ലിക്കായിട്ട് അല്ലേ, പബ്ലിക് ട്രാൻസ്പോർട്ട് എന്നൊക്കെ കേട്ടില്ലേ, പബ്ലിക്കായിട്ട് അല്ലേ, പൊതു എന്ന് പോലെ. സാർവജനിക് എന്നാണ് ഹിന്ദിയിൽ, സാർവജനിക്. റിസോഴ്സ്, റിസോഴ്സ് എന്ന് പറഞ്ഞാൽ സംസാധനം, ഒരു വിഭവം, ഒരു സോഴ്സ് എന്നൊക്കെ പറയില്ലേ, സംസാധൻ. സേവ്, സേവ് ചെയ്യുന്ന പറഞ്ഞാൽ സേവ് ചെയ്യുക, നമ്മളെല്ലാം ഫോട്ടോ സേവ് എന്നൊക്കെ പറയും, സഹേജയും സേവ് ചെയ്യുക. സെർച്ച്, സെർച്ച് ചെയ്യുക. ഘോജ് എന്നാണ് ഹിന്ദിയിൽ, ഘോജ്, സെർച്ച്, ഘോജ്. സെൻഡ് മെയിൽ, മെയിൽ സെൻഡ് ചെയ്യുന്നതിന് ഭേജി ഗൈ മെയിൽ, ഭേജ, മെയിൽ ഭേജ എന്നൊക്കെ ഇല്ലേ, ഭേജി ഗൈ മെയിൽ എന്നാണ് സെൻഡ് മെയിൽ. ഷെയർ ചെയ്യുക, സാജാ കരി, സാജാ കരി, ഷെയർ ചെയ്യുന്നതിന് സാജാ കരി. അടുത്തതോ സൈൻ ഔട്ട്, സൈൻ ഔട്ട് ചെയ്യുക, പ്രസ്ഥാൻ എന്നാണ് പറയാം. ഒരു ആപ്പ് എന്നായാലും നല്ല സൈൻ ഔട്ട് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, പ്രസ്ഥാൻ. സോഷ്യൽ, സാമാജിക്, സാമാജിക് വിജ്ഞാനം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, സാമൂഹ്യ ശാസ്ത്രത്തിനാണ് സാമാജിക് വിജ്ഞാനം, സാമൂഹ്യപരമായിട്ട്, അതാണ് സോഷ്യൽ. സ്പാം, അൻചാഹ, സ്പാം മെസ്സേജസ് നമുക്ക് കേട്ടിട്ടില്ലേ, സ്പാം. സ്റ്റാർ, സ്റ്റാർ താരാങ്കിത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാലം സ്റ്റാർ അല്ലേ, സ്റ്റാർ. നോക്കിക്കേ, ഇത് സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാം, സ്റ്റാർ താര, നക്ഷത്രം, സ്റ്റാർ നക്ഷത്രം, താര നക്ഷത്രം അല്ലേ, അങ്ങനെ നിങ്ങൾക്ക് ഒരു റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. സിമ്പിൾ, സിമ്പലാണ്, അതിൻ്റെ സിമ്പലാന്നൊക്കെ പറയില്ല, അതിൻ്റെ പ്രതീകമാണ്, അതിൻ്റെ അടയാളത്തിലാണ്. അപ്പോൾ സങ്കേത്,
ട്രാഷിലോട്ട് പോകാന്നൊക്കെ പോലെ കൂടേദാൻ കൂടേദാൻ അല്ലേ, കൂടിയ കച്ചറ എന്നൊക്കെ കേട്ടിട്ടില്ലേ ഹിന്ദിയിൽ? അതൊക്കെ നിങ്ങൾ ഇങ്ങനെ പഠിച്ച് വെക്കുക ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ട്രാഷ് കൂടേദാൻ. യൂസർ നെയിം ഉപയോഗകർത്താക്ക നാം, അത് നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാം. യൂസർ നെയിം അടിച്ചു കൊടുക്കുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക, നിങ്ങൾക്ക് എപ്പോഴും വരാവുന്നതാണ് ഓരോ കാര്യം ചെയ്യുമ്പോഴും. അപ്പോൾ ഉപയോഗകർത്താക്ക നാം, ഉപയോഗിക്കുന്ന ആളുടെ പേര് എന്ന അർത്ഥത്തിൽ. അപ്പോൾ ഈ 31 വേർഡ്സ് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക, അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങൾ കട്ട് ചെയ്ത് പഠിച്ചോളൂ. നേരത്തെ കണ്ടില്ലേ, നോ മോർ അല്ലേ, അധിക് ജാനേ, അല്ലെങ്കിൽ അഗലാ ചരൺ, അടുത്ത സ്റ്റെപ്പിന് നെക്സ്റ്റ് അഗലാ ചരൺ എന്നുള്ളത് സ്റ്റെപ്പ് എന്നൊക്കെ നിങ്ങൾ വിഭജിച്ച് പഠിക്കുക. പിന്നെ താരാങ്കിത്, സ്റ്റാർ മെസ്സേജിനൊക്കെ പറയില്ലേ, താര നക്ഷത്രം സ്റ്റാർ അല്ലേ, അതൊക്കെ ശരിക്കും നിങ്ങൾക്ക് അർത്ഥം അത് തന്നെ ഉണ്ട്, ആൻസർ അത് തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് തന്നെ നിങ്ങൾക്ക് 8 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഹിന്ദി ഗുരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ധന്യവാദ് ബച്ചൂ.